എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ മൊത്തത്തിൽ ഹനക്കാരൊക്കെ ഭയങ്കര പ്രശ്നക്കാരായി വീണ്ടും. ഞാനൊരു സൈഡിൽ നിന്ന് ഒക്കെ റെഡിയാക്കി അല്ലെങ്കിൽ ഒന്ന് കുറഞ്ഞ് വരുമായിരുന്നു. അപ്പോഴത്തേക്ക് ഓരോരുത്തരായിട്ട് ഓരോന്ന് ഒപ്പിച്ച് വയ്ക്കുമല്ലേ. കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ പിന്നെ മറ്റേ കണ്ടല്ലോ, എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ, ആ കുട്ടി കയ്യിൽ നിന്ന് വീഴുന്നതും പിന്നെ അവരുടെ ഇതൊക്കെ കണ്ടില്ലേ. എന്താ ഇവരോടൊക്കെ പറയാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മളിപ്പോൾ ഇവരിങ്ങനെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർക്കും കൂടി അത് ചീത്തപ്പേരായിട്ട് വരുമല്ലേ. എന്തത് ഇവർക്ക് മനസ്സിലാക്കാത്തതെന്ന് ഞാൻ ആലോചിക്കുന്നത്. അത് ശരിക്കും കാണിച്ചത് ഭയങ്കര മോശം പരിപാടിയായിപ്പോയി. ഒന്നാമത്തേൽ അവർ പിന്നെ മദ്യം കഴിച്ചിട്ടുണ്ടെന്നുള്ളപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അവൻ എൻ്റെ കൂട്ടുകാരനാണ്, അത്രയും വേണ്ടപ്പെട്ട കൂട്ടുകാരനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പണിക്കാരനുമാണ്. ഇത്ര നല്ലൊരു പണിക്കാരൻ ആനപ്പണിയിൽ അവൻ മര്യാദയ്ക്ക് ചെയ്യുവാണെങ്കിൽ, നല്ല രീതിയിൽ നിൽക്കുവാണെങ്കിൽ എത്ര എത്ര ഇതിൽ പോകേണ്ട ഒരു ആനക്കാരനാണെന്നറിയാമോ ഇമാതിരി അഭ്യാസങ്ങൾ കാണിച്ച് നടക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, ഇപ്പം ആ കുട്ടി, ചിലർ പറയുന്നത് അവൻ്റെ കുട്ടി തന്നെയാണെന്ന് പറയുന്നു, ചിലർ പറയുന്നത് പുറത്തുള്ളവരാണെന്ന് പറയുന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ അവൻ നിൽക്കണ സമയത്ത് ആ കുട്ടീനെ കൊണ്ട് കൊടുത്ത ആൾക്കാരെ വേണ്ടേ ആദ്യം പറയാൻ. ഒന്ന് ആലോചിച്ച് നോക്ക്, എന്താ കാണിക്കണേ. വളരെ മോശമായി പോയില്ലേ. നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ അതിൻ്റെ ഓരോ വീഡിയോയുടെ അടിയിൽ ആൾക്കാർ കമൻറ്റുകളൊക്കെ ഇട്ടേക്കണം കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിഷമം തോന്നി. നല്ലൊരു പണിക്കാരനാണ് അവൻ. നല്ല പണിക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യ പണിക്കാരൻ. അവനെ പോലെ മിടുകനായിട്ടുള്ളൊരു പണിക്കാരൻ വേറെ ഇല്ല. പക്ഷെ എന്താ ചെയ്യുക, ഇങ്ങനെ ആയിപ്പോയി. ആ കുട്ടീനെ എന്തെങ്കിലും ആനയൊന്ന് ചെയ്താർന്നെങ്കിൽ ഒന്നും അവസ്ഥ ഇതുപോലെ നിൽക്കുമോ? കുട്ടീനെ അടികട കൊടുത്താൽ പേടി മാറും അത്ര. അങ്ങനെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ആനയുടെ അടികട പോയി കഴിഞ്ഞാൽ പേടി മാറുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പണ്ട് കാലത്ത് ആനനെ അടികടയൊക്കെ കൊണ്ടുപോകും, ശരിയാണ്. അങ്ങനെ ഇപ്പോൾ ആനയുടെ അടികട നടക്കുകയാണെങ്കിൽ, പിന്നെ ആനയുടെ നടക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ നടക്കുന്ന ആൾക്കാർ ഞങ്ങളല്ലേ. ഞങ്ങൾക്ക് വന്നിട്ട് പേടിയില്ലേ? ഞങ്ങൾക്കൊക്കെ നല്ല പേടിയില്ലേ. ആനകളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തെരിഞ്ഞ് നിങ്ങളുടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളിതിൻ്റെ അടികട എപ്പോഴും നടക്കണമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് ഇരട്ടി പവറോ അല്ലെങ്കിൽ ഇരട്ടി ഇതൊന്നും വരുമെന്നില്ല. ഇതൊക്കെ വെറും മണ്ടത്തരം എന്നല്ല. പണ്ട് കാലത്ത് അങ്ങനത്തെ ആചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ, എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് പറയേണ്ട ആവശ്യമില്ല. എൻ്റെ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ഇതൊന്നും ഇതിനെ കുറിച്ചിട്ടുള്ളതല്ല. പക്ഷെ കാണുമ്പോൾ ഒരു വിഷമം. ഞങ്ങൾ ഈ തൊഴിലും കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. പറയുമ്പോൾ എന്താണ്, ആനക്കാരെ മൊത്തം അടച്ചാക്ഷേപിക്കുകയാണ്. ആനക്കാർ മൊത്തം ഇങ്ങനത്തെ ഒരു ഇതാണ്. കുറച്ച് എല്ലാ മേഖലയിലും കുറച്ച് ആൾക്കാർ ഇതുണ്ട്. പിന്നെ ഈ അഭിലാഷ് എന്ന് പറഞ്ഞ പേര് പറയാൻ പാടില്ല, എന്നാലും ഞാൻ പറയുകയാണ്. അഭിലാഷ് എന്ന് പറഞ്ഞത് എൻ്റെ കൂട്ടുകാരനാണ്. കൊട്ടിയത്താണ് വീട്. അവൻ ഒരു ഇപ്പം ഇന്നാൾ വരെ അവനൊരു ചുമതലാന അഴിച്ചാൽ മാത്രമാണ് പുള്ളിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ളൂ. എന്നാൽ പുള്ളീനെ വേറെ ഏതെങ്കിലും ഒരു ആനയുടെ കൂടെ നിർത്തി നോക്കിയേ, ആ ആന നമ്മുടെ മേത്ത് ഒരു പൊടി മണ്ണ് വരിയിടാൻ സമ്മതിക്കില്ല. അത്ര നല്ലൊരു ആനക്കാരാണ്. പക്ഷെ എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും അത് മോശമായി പോയി എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. പിന്നെ അത് ഇപ്പോൾ എന്താ കേസായിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനിയെങ്കിലും നിങ്ങൾ ആൾക്കാരുകൾ ശ്രദ്ധിക്കുക. ഈ കുട്ടികളെ കൊണ്ടുവന്നിട്ട്, ഞാൻ പല സ്ഥലത്തും ഇപ്പോഴും ഞാൻ എൻ്റെ ആനയെ കൊണ്ട് പോകുമ്പോൾ ഞാൻ കാണാണ്, ഈ പിള്ളേരെ എടുത്തിട്ട് വന്നിട്ട് ആനേനെ തൊടിക്കി എന്നിട്ട് പിള്ളേരൊക്കെ പാവിട്ട് കിടന്ന് കാറാണ് ആനയുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്ക്. എന്നാലും തന്തയും തള്ളയും പറഞ്ഞാൽ കേൾക്കില്ല. നിങ്ങൾക്കൊക്കെ സത്യത്തിൽ എന്താണ്, പ്രാന്താണോ? എനിക്കറിയാൻ വെള്ളണ്ട് ചോദിക്കുകയാണ്. നിങ്ങളുടെ മക്കൾക്കൊന്നും നിങ്ങൾ ഒരു വിലയും കൽപ്പിക്കണല്ലേ. ചില ആൾക്കാർ കണ്ടിട്ടുണ്ട് പൂരപ്പറമ്പിൽ വന്നിട്ട് ആ പിള്ളേരെയും പിടിച്ചിട്ട് ആനയുടെ മുമ്പിൽ വന്നിട്ട് ഞെളിഞ്ഞു ഇങ്ങനെ നിൽക്കുക. എന്തോ വലിയ വീരഗാഥയിൽ മറ്റേ ഇതിൽ നിൽക്കണ പോലെ. നിങ്ങളങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ ഊരില്ല. എന്തെങ്കിലും ചാടി ചെയ്താൽ പറഞ്ഞത് കേൾക്കുമോ? പറഞ്ഞു കഴിയുമ്പോൾ അപ്പോൾ പറയണതോ ഞങ്ങൾ കുറേ ആനേനെ കണ്ടിട്ടുണ്ടെന്നുള്ളൊരു സാധനമാണ്. നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ അറിയുന്നാൽ മതി. ഇനിയെങ്കിലും ബുദ്ധിയോട് കൂടിയിട്ട് നിങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കുക. നിങ്ങളുടെ മക്കളാണ്, ഇത് ആനയാണ്. എന്തെങ്കിലും ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കളികൾ മാറും. പഴയ പോലെയുള്ള ഒരു ഇതല്ല ഇപ്പോൾ. അതുപോലെ തന്നെ ആനകളെ കൊടുക്കുമ്പോഴും ഞാനിപ്പോൾ പറയാലോ, നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഒരു ആനക്കാരനായിട്ടല്ല ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ സാധാരണ ഒരാളായിട്ട്, ഒരു ആനപ്പണിയോ അല്ലെങ്കിൽ ഒരു അതുള്ള ആൾക്കാരായിട്ടല്ല ഇതായിട്ട് സംസാരിക്കുന്നത്. ഇതിൻ്റെ പേരിൽ ആനക്കാർക്ക് കുറേ ആൾക്കാർക്ക് മുറുമുറുപ്പ് ഉണ്ടാവും, കുറേ ആൾക്കാർക്ക് ദേഷ്യം ഉണ്ടാവും, കുറേ ആൾക്കാർക്ക് ഇതുണ്ടാവും. നിങ്ങൾക്ക് കുടിച്ച് കൂത്താടാനായിട്ടുള്ള പരിപാടിക്കാണെങ്കിൽ നിങ്ങൾ ഈ പണി നിർത്തി പോയിക്കോ.
അല്ലെങ്കിൽ ഇവരെ ഇങ്ങനെ പോലെയുള്ള ആൾക്കാർക്ക് ആനകൾ കൊടുക്കുന്ന മുതലാളിമാർ ശ്രദ്ധിക്കുക. അപ്പോൾ എനിക്കൊരു മുതലാളി ഒരു ആനയെ തന്നിട്ടുണ്ട്. ആറാട്ടുപുഴ ഹരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. വിളിച്ച് ചോദിക്കുക, ഇന്നീ നിമിഷം വരെ ഞങ്ങൾ ഈ ആനയെ കൊണ്ട് വന്നിട്ട് ഞങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു ശല്യം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്കൂ. കുറേയൊക്കെ ഞാൻ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയധികം ആൾക്കാരുകൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കും കൂടി വേണ്ടിയിട്ട് അവരോടാണ് ഞാൻ പറയുന്നത്. എൻ്റെ കൂട്ടുകാരെ ആൾക്കാരൊക്കെ നിങ്ങൾ ആനേനെ തൊടിയിക്കണം, പിള്ളേർക്ക് തൊടണം എന്ന് ആഗ്രഹമുള്ള പിള്ളേരാണെന്നുണ്ടെങ്കിൽ തൊടിയിക്കാൻ ചെല്ലുമ്പോൾ എപ്പോഴും ആ ആനക്കാരനെ എങ്ങനെയാണ്, ആനക്കാരന് ഓക്കെ ആണോ, ആ ആനക്കാരന് ഓക്കെ ആണെങ്കിൽ അനുവാദം ചോദിക്കുക, ചേട്ടാ ആനയൊന്നും തൊടിയിക്കട്ടെ. അപ്പം നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾ 4 കാലും ആടിയിട്ട് ഇങ്ങനെ നിൽക്കണ ആൾക്കാരുടെ അടുത്തേക്ക് കൊണ്ടു കൊടുക്കണ്ട. നമ്മുടെ പിള്ളേരെ കൊണ്ട് കൊടുത്താലല്ലേ വിഷയമുള്ളൂ. ഇപ്പം അഭിലാഷ് എന്ന് പറഞ്ഞ പയ്യൻ നമ്മുടെ കൂട്ടുകാരനാണ്. അവൻ എന്തോരം ആൾക്കാർ നിന്ന് തെറി പറഞ്ഞുകൊണ്ടിരിക്കുക. അവൻ നല്ല മിടുക്കം പണിക്കാരനാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, പറ്റിപ്പോയി. ഇനിയെങ്കിലും അവൻ അത് തെറ്റ് പറ്റിയിട്ടുണ്ട്, അത് അവനെതിരെ കേസായിട്ടുണ്ട്. ഞാൻ ഇപ്പം അവനെ പുണ്യാത്മാക്കാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതായിട്ട് പറയണതല്ല. ഞാൻ ചെറുപ്പം തൊട്ടിട്ട് കാണുന്ന ഒരു ആനക്കാരനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പണിക്കാരനാണ്. അവൻ ഇങ്ങനെയൊന്നും ഉണ്ടാവാറില്ല, പക്ഷെ എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. എന്താ ഇതിൻ്റെ ഇടയിൽ പറ്റിയെന്ന് എനിക്കറിയില്ല. കള്ളു കുടിച്ചിട്ടാണെന്നുള്ളത് 100% ഉറപ്പാണ്. ഇതിൻ്റെ പേരിൽ നാളെ എന്ത് പ്രശ്നം ഉണ്ടായാലും എന്തുണ്ടായാലും എനിക്ക് അതൊരു വിഷയമില്ല. ഞാൻ അഭിലാഷ, ഞാൻ ഒരാളുടെ പേര് മെൻഷൻ ചെയ്ത് പറയാറില്ല. ഞാൻ നിനക്കും കൂടി വേണ്ടിയിട്ട് പറയണത്, മാറ് മോനെ, നീയൊക്കെ മാറ്. എനിക്കത് നിന്നോട് ഫോൺ വിളിച്ച് സംസാരിക്കണമെന്നുണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. നീ അത് ഏത് രീതിക്ക് എടുക്കാമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ വീഡിയോ ഉണ്ടാകുമ്പോൾ നീ എന്നെ വിളിക്കുമ്പോൾ എന്നോട് നിനക്ക് യാതൊരു ദേഷ്യം തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ മുതലാളിമാരോടായാലും പാട്ടെടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരോടൊക്കെ ഞാൻ പറയാം, നല്ല നല്ല പണിക്കാരുകൾ ഇഷ്ടം പോലെ വീട്ടിലിരിക്കുന്നുണ്ട്. നല്ല ആനക്കാരുകൾ, വലിയ ശല്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ 2 അടിക്കാത്ത ആൾക്കാരൊന്നും ഇല്ല. ഒഴിക്കാൻ ആൾക്കാർ 2 അടിക്കും, പക്ഷെ ശല്യമില്ല. ഇപ്പോഴും ആനക്കാരുണ്ട്, എത്ര അടിച്ചാലും ഒരാളോട് പോലും മോശമായ ഒരു വർത്താനം പറയില്ല. പിന്നെ എല്ലാവരോടും കുടിക്കണ്ടെന്നോ അല്ലെങ്കിൽ വലിക്കണ്ടെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഞാനും കുടിക്കുകയും വലിക്കുകയൊക്കെ ചെയ്യുന്ന ആൾ തന്നെയല്ല എന്നൊന്നും പറയുന്നില്ല. അതൊക്കെ അതിൻ്റെതായ സമയങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ചെയ്യാം. നിങ്ങൾ ഒരാളും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾ മൊത്തം ആനക്കാർക്ക് മൊത്തത്തിൽ ആ ഇത് ബാധിക്കുകയാണ്. നിങ്ങൾക്കത് മനസ്സിലാവണില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാലോ, ഒരു 15 ആൾക്കാരുണ്ടാവും, ഈ 10, 15 അല്ലെങ്കിൽ ഒരു 20 ആൾക്കാരുണ്ടാവും ഈ കേരളത്തിൽ ഈ ഇങ്ങനത്തെ ഈ ഊരപ്പുറപ്പിൽ വന്ന് ഈ കച്ചറാക്കി ഇങ്ങനെ ആക്കി. ബാക്കിയുള്ള ആൾക്കാരൊക്കെ എത്ര സ്റ്റാൻഡേർഡോട് കൂടിയിട്ട് പരിപാടി നടക്കണേ, പൈസ ഉണ്ടാക്കണു. അവർക്കൊക്കെ പേരുണ്ട്, പ്രശസ്തിയുണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഇതുപോലെ തന്നെ വേറെ ഒരുത്തായി ഞാൻ കഴിഞ്ഞ ദിവസം അന്നൊരു മറ്റേ ശരണയ്യപ്പൻ ആനയുടെ ഒരു വീഡിയോ ഇട്ടു. ഞാൻ പിന്നെ അതിങ്ങനെ പറഞ്ഞു, അന്നത്തെ സാഹചര്യത്തിൽ ആന തെറ്റി നിന്ന സമയത്ത് ചേടയുടെ പെട്ട തട്ടിയിട്ടിട്ട് ആ പെട്ടയുടെ ഇടയ്ക്കടെ ഞാൻ എൻ്റെ കാല് കൊണ്ട് പോയിട്ട് ഞാൻ ആ വട്ടക്കണ്ണി എടുത്ത് കൊളുത്തി. ഞാൻ കൂട്ടി നിർത്തിയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. ആന കൂട്ടി നിർത്താൻ പറ്റുമോ? തെറ്റി നിൽക്കണ ആനയുടെ അടുത്ത് എന്നിട്ട് കുമ്പിട്ട് നടകൂട്ടാൻ പറ്റുമോ? അടിച്ച് ആന പള്ളകളയില്ലേ? ഞാൻ പറയണത് എന്താന്ന് കേട്ടതിന് ശേഷം വേണം. അപ്പോഴത്തേക്ക് അവൻ വന്നിട്ട് അവൻ ഭയങ്കര വീഡിയോ ഇട്ട് നിന്റെ അടുത്തൊക്കെ ഞാൻ പറയണം, നീ നോക്കാ, നിന്നെയൊക്കെ അറിയുന്ന ആൾക്കാർക്ക് അറിയാതെ നീയൊന്നും എന്നെ ഒന്നും വിലയിരുത്തരുത്. ഈ വീഡിയോന്റെ പേരിൽ കുറെ ആൾക്കാർക്ക് കുരു പൊട്ടുമെന്ന് എനിക്കറിയാം. പൊട്ടിയാലും എനിക്ക് യാതൊരു വിഷയമൊന്നുമില്ല. ഞാൻ പോയി പണിയാക്കാൻ പറയുള്ളൂ. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾ നിർത്തിപ്പോവോ. ഇവിടെ വേറെ നല്ല ആമ്പിള്ളേർ ഇഷ്ടം പോലെ ഉണ്ട്. ഈ പണ്ട് കാലം തൊട്ടിട്ട് ഇവിടെ നല്ല നല്ല ആനകളെ കയറി കിടന്ന ആനക്കാരൊക്കെ എപ്പോഴും പണിയില്ലാണ്ട് വീട്ടിലിരിക്കുന്നുണ്ട്. അവരെയൊക്കെ വിളിച്ച് ആന ഏൽപ്പിക്കുക. കുറേയൊക്കെ വിഷമം കിട്ടും. നിങ്ങൾ ഇങ്ങനത്തെ കുറേ പരിപാടികൾ കാണിക്കും, എന്നിട്ട് ഇതിനെയൊക്കെ മൊത്തത്തിൽ ആനക്കാരെ അടച്ച് മൊത്തത്തിൽ എല്ലാവരും കൂടിയിട്ട് തെറി പറയുന്നുണ്ട്. അത് തെറി പറയാൻ വേണ്ടിയിട്ട് മാത്രം കുറേ ആൾക്കാരുണ്ട്. ചില ഗ്രൂപ്പിലൊന്നും ഒരക്ഷരം പോലും മിണ്ടില്ല. ഇങ്ങനത്തെ സാധനങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലേ പിന്നെ ഗ്രൂപ്പ് ഓണായി, ആക്റ്റീവായി. പിന്നെ അവിടെ ചർച്ച, ഇവിടെ ചർച്ച, അപ്പുറത്ത് ചർച്ച, എന്താണ് ഇവിടെ നടക്കുന്നത്? ഒരു സൈഡിൽ നിന്ന് ഇത് എങ്ങനെയെങ്കിലും ഈ പൂട്ടി കെട്ടിക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ രംഗത്തിറങ്ങിയിട്ട് ഈ ആന പ്രസ്ഥാനം തന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ നടന്നു. കുറേ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ എങ്ങനെയെങ്കിലും റീച്ച് കിട്ടണ്ടായിട്ട് എന്ന് വിചാരിച്ചിട്ട് കിടന്നിട്ട് ഓരോന്ന് കിടന്ന് കാണിച്ചു കൂട്ടുന്നു. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഇപ്പോൾ ആവശ്യമില്ലാത്ത മുള്ളം കെട്ടിട്ട് ഞാൻ വലിച്ച് തലയിൽ വയ്ക്കുന്നതാണ് ഇപ്പം ഞാൻ ചെയ്യണം. എന്നാലെങ്കിലും ഇച്ചിരി ഒരു ഇതുണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് പറയാൻ കാരണമുണ്ട്. ഇവിടെ നമുക്ക് അഖില കേരള ആനത്തൊഴിലാളി യൂണിയൻ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. അതിൻ്റെ തൃശ്ശൂർ പാലക്കാട് മേഖല പ്രസിഡന്റ് ഞാനാണ്. അപ്പോൾ ചോദിക്കുക, യൂണിയനും കൊണ്ട് ഞങ്ങൾക്ക് കുറേ ആൾക്കാർക്ക് ഉപകാരം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ യൂണിയനും കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ ഒരു സ്ഥാനത്തേക്ക് ആദ്യത്തെ കൊല്ലം വന്ന് 2ാമത്തെ കൊല്ലം ഇത് 3ാമത്തെ കൊല്ലമാണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത്.
ഇവിടെ മരണപ്പെട്ടു പോയ ആൾക്കാർക്കൊക്കെ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവന് ഇൻഷുറൻസ് പൈസ ഇല്ല, 5 പൈസയും ഇല്ല. അവൻ മരിച്ച എന്തെങ്കിലും ഒരു വീട്ടുകാർ കൊടുത്താൽ കൊടുത്തു. ഇപ്പം അങ്ങനെയല്ല, 3 മാസം ആകുമ്പോഴത്തേക്കും കറക്റ്റ് ഇൻഷുറൻസ് പൈസ അവരുടെ അക്കൗണ്ടിൽ കയറുന്നുണ്ട്. ഒരു വയ്യാതെ വന്ന ആൾക്കാരുള്ള രീതി എന്തൊക്കെയാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുതലാളിമാർ അവരെ സംരക്ഷിക്കുന്നുണ്ട്. പൈസ കിട്ടാത്ത ആൾക്കാർ, മറ്റുള്ള ആൾക്കാർ നമ്മുടെ അടുത്ത് കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്ന ആൾക്കാരുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് മുതലാളിമാരുടെ അടുത്ത് ചെന്നിട്ട് അതെ ഞാൻ യൂണിയൻ്റെ വലിയ ആളാണ്, നിങ്ങളത് ചെയ്തു കൊടുക്കുന്നൊന്നും ഞങ്ങൾ പറയാറില്ല. ചേട്ടാ, ഒരു മാനസിക പരിഗണന വെച്ച് എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ ഒന്ന് ചെയ്തു കൊടുത്താൽ വളരെ നന്നായിരിക്കും എന്ന് പറഞ്ഞ് വളരെ മാന്യമായിട്ട് അവരോട് സംസാരിക്കാറുണ്ട്. അവരത് ചെയ്ത് തരാറുമുണ്ട്. ഇന്ന് വരെയുള്ള ഈ പ്രശ്നങ്ങൾ വന്നേക്കണ എല്ലാ ഉടമസ്ഥന്മാരും അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു ആവശ്യമുണ്ട് ചേട്ടാ എന്ന് പറയുമ്പോൾ അവരത് നമുക്കത് ചെയ്തു തരാം, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാം എന്നവർ പറയുന്നുണ്ട്. അവർ നമ്മളോട് നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടത് എന്താണെന്നറിയാമോ? അവരൊരു പരിപാടിക്ക് വിട്ടാൽ അല്ലെങ്കിൽ ഒരു ആനയെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് സമാധാനമായിട്ട് ഇരിക്കണം, അവരുടെ വീട്ടിൽ അവരുടെ കുടുംബത്തിൽ ഇരിക്കണം. അവിടെ ചെന്നിട്ട് കമ്മിറ്റി സ്ഥലത്ത് ചെന്നിട്ട് പട്ടയില്ല, വാളില്ല, ഇവിടെ പ്രശ്നമാണ്, ഇവിടെ ചോറില്ല, അതില്ല, ഇതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തൊന്തരവ് അടിപ്പിക്കുന്ന ആൾക്കാർക്കൊന്നും ഇപ്പോൾ പണിയില്ല. ഉള്ള കാര്യം പറയാലോ, ആനകൾ വളരെ കുറവാണ്. അതിനകത്ത് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ പണിയുള്ളൂ. നല്ല നല്ല ആനക്കാർക്കൊന്നും ഇപ്പോൾ ഇവിടെ പണിയില്ല. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സാഹചര്യം വന്നതെന്നറിയാമോ? കുറേ ഈ ആവശ്യമില്ലാത്ത കുറേ പരിപാടികൾ വന്നതിന് ശേഷമാണ് ഇതൊക്കെ വരുന്നത്. ഇനിയെങ്കിലും ഒത്തൊരുമിച്ച് നിന്നാ മുതലാളിമാരുടെ ഭാഗത്തായിക്കോട്ടെ, നിങ്ങൾക്ക് ആന കഴിക്കാൻ നല്ല പണിക്കാരെ വേണോ? ഞങ്ങളെ സമീപിക്കുക. ആന തൊഴിലാളി യൂണിയൻ്റെ ഇതിൽ അത്യാവശ്യം അതുമാതിരി തന്നെ നിങ്ങൾക്ക് ആനയില്ലേ, പണിയില്ലേ, മാന്യമായിക്ക് കുടുംബം ജീവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അരി മേടിക്കാനായിട്ട് നിങ്ങൾക്ക് ആന വേണോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പണി വേണോ? ഞങ്ങളെ സമീപിച്ച് ഞങ്ങൾ ചെയ്തു തരും. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമല്ലേ? നിങ്ങൾ പണിയെടുക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് പൈസ ഇല്ലേ? നിങ്ങൾക്ക് കാര്യങ്ങളില്ലേ? ഞാൻ തൃശ്ശൂർ പാലക്കാട് മേഖലയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സംഘടന എല്ലാ ജില്ലയിലും നമ്മൾ സംഘടനയുണ്ട്. നമ്മുടെ സംഘടനയിലുള്ള ആൾക്കാരൊക്കെ എല്ലാവരും ആന കയറുന്നുണ്ട്. ഇപ്പം നമ്മുടെ തൃശ്ശൂർ പാലക്കാട് മേഖലയിലുള്ള കമ്മിറ്റി അംഗങ്ങളൊക്കെ എല്ലാവർക്കും ആനയുണ്ട്. അവർക്കൊക്കെ മാന്യമരികെ അവർ ജോലി ചെയ്യുന്നുണ്ട്, പൈസ അവർ മുതലാളിമാർ കൊടുക്കുന്നുണ്ട്. പിന്നെ കുറേ ആൾക്കാർ പറയും ഞങ്ങൾക്ക് പൈസ ഒന്നും വേണ്ട മുതലാളി, ഞങ്ങൾ ആനയുടെ കൂടെ. അങ്ങനെയുള്ള ആനകൾക്ക് അതിൻ്റെതായ കേടുണ്ട്. നിങ്ങളുടെ മുതൽ ഇത്ര ലക്ഷക്കണക്കിന് രൂപ വിലയുള്ളൊരു മുതൽ നിങ്ങൾക്ക് പൂരപ്പറമ്പിൽ സമാധാനപരമായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല നല്ല ആനക്കാർ, അതായത് ഈ പൂരപ്പറമ്പിൽ കള്ളു കുടിച്ച ഒച്ചപ്പാടിലൊക്കെ നിൽക്കുന്നവർക്ക് ഉണ്ടാക്കി നടക്കുന്ന ആൾക്കാരൊക്കെ വീട്ടിൽ പോയിരുന്നോ? നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയിരുന്ന് കള്ളു കുടിക്കേ, തല കുത്തി മറിയേ. ഞങ്ങൾ കള്ളു കുടിക്കുന്നവർ തന്നെ ഇല്ല എന്നൊന്നും പറയണില്ല. നമ്മളൊന്നും മറ്റേ പരിശുദ്ധാത്മാവക അങ്ങനെയുള്ളതൊന്നുമല്ല. ഒക്കെ അതിൻ്റെതായ സമയങ്ങളുണ്ട്. ഞാനൊരു പൂരപ്പറമ്പിൽ പോയിട്ടും കള്ളു കുടിച്ച് അൽമുണ്ടാക്കാറില്ല. ഞാൻ ഇപ്പോൾ ഇന്നാളൊരു സ്ഥലത്ത് പ്രശ്നം ഉണ്ടായി. ഞാൻ കള്ളു കുടിച്ചിട്ടല്ല ഞാൻ അൽമുണ്ടാക്കിയത്. എന്നെ എപ്പോൾ വേണമെങ്കിലും വന്ന് പരിശോധിച്ചാലും ഞാൻ കള്ളു കുടിച്ചിട്ട് വർഷങ്ങളായി. ഇപ്പോൾ എൻ്റെ ശരീരത്ത് പോലും ആൽക്കഹോളിൻ്റെ ഒരു അംശം പോലും ഇല്ലയെന്ന്. പിന്നെ ഞാൻ പുക വലിക്കും, അത് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും എന്ന് വെച്ചിട്ട് ഞാൻ ആരുടെയും മക്കൾ കയറാൻ പോകാറില്ല. ഞാൻ ആൾക്കാരുടെ ഇടയ്ക്കിടെ നടന്നിട്ട് ഒന്നും ഉണ്ടാക്കാറില്ല. ഞാൻ എൻ്റെതായ കാര്യങ്ങൾ നോക്കി ഞാൻ എൻ്റെ തന്ന ആനയെ നല്ല രീതിയിൽ പരിപാലിച്ച് എനിക്ക് പറ്റുന്ന രീതിയിലെല്ലാം പരിപാലിച്ച് വൃത്തിയാക്കി ഞാൻ കൊണ്ടു നടന്ന് പണിയെടുത്ത് ഇതായിട്ട് ജീവിക്കുന്നു. അങ്ങനെ എത്രയോ ആനക്കാർ ജീവിക്കുന്നു. കുറച്ച് ആൾക്കാർ കിടന്ന് ഈ പൂരപ്പറമ്പിൽ അഭ്യാസം കാണിക്കുന്ന കാരണം കൊണ്ട് ബാക്കിയുള്ളവർക്കും കൂടി ആനക്കാരെന്ന് പറയുമ്പോൾ തലവെക്കി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും മാറാൻ പറ്റുമെങ്കിൽ മാറ്. എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോലി എല്ലാവരും ജോലി ചെയ്യുന്ന പോലെ, എല്ലാ മേഖലയിലും ജോലി ചെയ്യുന്ന ആൾക്കാരുടെ പോലെ നമ്മളും അടിപൊളിയായിട്ട് എല്ലാവരും ഒത്തൊരുമിച്ച് ജോലി ചെയ്ത് നമ്മുടെ ഈ പ്രസ്ഥാനം നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആനക്കാരും എല്ലാവരും സഹകരിച്ചാലേ ഇത് മുന്നോട്ട് പോവുള്ളൂ. അല്ലെങ്കിൽ എല്ലാം പൂട്ടിക്കെട്ടി പോവാം എല്ലാവർക്കും, അത്ര തന്നെ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇതിപ്പോൾ വന്നത് എവിടേക്ക് പോയിക്കൊണ്ടിരിക്കണമെന്ന് നമുക്കറിയില്ല. സ്വാഭാവികമായിട്ട് ഇനിയെങ്കിലും ചിന്തിക്കുക. അത്യാവശ്യം മാന്യമര്യാദയ്ക്കുള്ള പൈസയുണ്ട്, ഒരു കുടുംബം ജീവിക്കാനുള്ള മാന്യമര്യാദയ്ക്കുള്ള രീതിയിലുള്ള പൈസയുണ്ട്. ഒരു പരിപാടിക്ക് പോയി അല്ലെങ്കിൽ ഒരു ആനയെ ഏൽപ്പിച്ചു, മദ്യം കഴിക്കുന്ന ആളാണോ? കഴിച്ചോ, ആരും പറയണില്ല കഴിക്കണം. നിങ്ങൾ രണ്ടോ മൂന്നൊക്കെ കഴിച്ചോ. നിങ്ങളുടെ ആന മരത്തിൽ നിൽക്കുകയാണെങ്കിൽ കഴിച്ചോ. ഇനി പൂരപ്പറമ്പിൽ വരണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കണമെങ്കിൽ കഴിക്കാം. പക്ഷെ നിങ്ങൾ നിയന്ത്രിക്കണം, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും നാണക്കേടാണ്. ഞാൻ പറയണത് വേറെ ഒന്നും കൊണ്ട് ആരോടും ഒരു ഇതുണ്ടായിട്ട് പറയണതല്ല. ഇപ്പം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ എൻ്റെ കൂട്ടുകാരനാണ്, അവനെ എന്തോരം ആൾക്കാർ ഓരോന്ന് പറയണ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വളരെ വേദനയുണ്ട്. എത്ര നല്ല മിടുക്കം പണിക്കാരനാണെന്നറിയാമോ? ഇങ്ങനെ ആയി പോണ കാണുമ്പോൾ ഭയങ്കര ഒരു വിഷമം.
ഇതിന്റെ പേരിൽ ഞാൻ ഇത് പറഞ്ഞു കഴിയുമ്പോൾ നാളെ ഇനി കുറെ ആൾക്കാർ വാലും പൊക്കിയിട്ട് വരും. എൻ്റെ പൊന്നടാവേ, ഞാൻ അല്ല, ഞാൻ പറയണത് നിങ്ങൾ ഇതൊന്നും സ്വാഭാവികമായിട്ട് ബോധമുള്ളവർക്കാണെങ്കിൽ മനസ്സിലാവും. അല്ലാത്തവരോട് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റില്ല. നല്ല രീതിക്ക് പോയാൽ ഈ പ്രസ്ഥാനം കുറേ നാൾ മുന്നോട്ട് പോവും, അല്ലെങ്കിൽ പ്രശ്നമാണ്. പിന്നെ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരൊക്കെ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കുക. മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒരാളുടെ കാര്യത്തിൽ പോലും ഇടപെടാൻ പറ്റില്ല. സംഘടനാപരമായിട്ട് യാതൊരു വിധ കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. നിങ്ങളുടെ മാന്യമര്യാദയ്ക്കുള്ള നിങ്ങളുടെ കാര്യങ്ങൾ എന്താണോ അതിൽ ഇടപെട്ടാൽ അതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റിയ കാര്യങ്ങളാണെങ്കിൽ പരിഹാരം ഉണ്ടാക്കാം. ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ശരിക്കും എനിക്ക് എൻ്റെ കാര്യം നോക്കിയിട്ട് മിണ്ടായിരിക്കാം, പക്ഷെ അങ്ങനെ ഇരുന്ന് ശീലമില്ല. അറിയാലോ, എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളും വേദനകളും വന്നേക്കണതൊക്കെ എൻ്റെ പ്രശ്നത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ തെറിവിളി കേട്ടാക്കണത്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോഴാണ് ഞാൻ കേൾക്കണത്. അതുപോലെ തന്നെ ഇതും കേൾക്കാം. അല്ലാതെ ഇപ്പം ഞാൻ എന്ത് പറയാനാണ്? മാറാൻ ശ്രമിക്കുക ഇനിയെങ്കിലും. ഇതെല്ലാവർക്കും ഒരു പാടാണ്. ആനക്കാരാണ് ആരാണ് ആയാലും പൂരപ്പറമ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ പേരിൽ നടപടി ഉണ്ടാവും. നടപടി ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറസ്റ്റ് ആയാലും പോലീസ് ആണെങ്കിലും അവരെന്തെങ്കിലും ചെയ്താൽ ഞങ്ങൾക്ക് യാതൊരു വക രീതിയിൽ ഇടപെടാൻ പറ്റില്ല. ഞങ്ങൾ ഇടപെടുമില്ല. അതിപ്പോൾ സംഘടനയിൽ മെമ്പർഷിപ്പ് ഉള്ള ആൾക്കാരാണെങ്കിലും ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും. ഇല്ലാത്ത തൊഴിലാളികളാണെങ്കിൽ എത്രയും പെട്ടെന്ന് മെമ്പർഷിപ്പ് എടുക്കുക. ആനയുടെ കൂടെയാണ് ജീവിക്കുന്നത്. എന്തെങ്കിലും ഒരു അപകടങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഷുറൻസ് ആണെങ്കിലും മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും ഇതൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾ സംഘടനയിൽ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അത് ഞാൻ പറയാം. അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇങ്ങനെയുള്ളൊരു കാര്യം കണ്ടപ്പോൾ ഒന്ന് എല്ലാവരുമായിട്ടൊന്ന് പങ്കുവയ്ക്കണമെന്ന് തോന്നി. ഇതിൻ്റെ പേരിൽ കുറേ പ്രശ്നങ്ങളുണ്ടാവും. അതെന്തായാലും വരട്ടെ. വരുമ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും